ഇന്ന് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2.5 കപ്പ് വറുത്ത അരിപ്പൊടി, ഇത് ഒരു 1.5 കപ്പോളം പൈനാപ്പിൾ ചെറിയ പീസായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് വിളയിച്ചത്, 1 കപ്പ് പഞ്ചസാര, 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, വറുത്ത അരിപ്പൊടിയിലെ 1/4 കപ്പ് പൊടി കുറുക്കി കപ്പി കാച്ചി വെച്ചിരിക്കുന്നത്, ഇത് 2 കപ്പ് തേങ്ങാപ്പീര പാല് പിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒഴികെയുള്ള അരിപ്പൊടിയും കപ്പി കാച്ചിയതും പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ സമയം നമുക്കിത് പൊങ്ങാൻ വയ്ക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിൾ ചേർത്താൽ മതി. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ വിളയിച്ച പൈനാപ്പിൾ നമ്മൾ കുറച്ചെടുത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിൽ ഒഴിച്ചുണ്ടാക്കാൻ നേരത്ത് കുറച്ച് പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള പ്ലേറ്റിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വിട്ടുപോരും. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ചേർക്കുന്നതുകൊണ്ട് നമ്മളിതിൽ ഏലക്കയൊന്നും ഇടുന്നില്ല. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് മാത്രമാണ് കിട്ടുന്നത്. ഇത് നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ആവി വന്ന് പൊങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ വട്ടയപ്പം നമുക്ക് ഇനി അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പീസ് എടുത്ത് നോക്കാം. പൈനാപ്പിളിൻ്റെ പേസ്റ്റ് അതിൻ്റെ ഉള്ളിലെല്ലാം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയത് നന്നായിട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.